ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ല, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞത്തുള്ളൊരു, എനിക്കറിയില്ല കേട്ടോ, ഒരുപക്ഷെ TG മോഹൻദാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അടുത്ത പരിചയക്കാരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് അടിക്കണം. അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. ഇത് പറയുന്നത് RSSന്റെ ഒരു സൈദ്ധാന്തികനാണ്. കേരളത്തിലെ RSSന് വേണ്ടി സംസാരിക്കാൻ ചാനലുകളിൽ മുഴുവൻ ഇറങ്ങി കയറി നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു വിറയലും മറ്റും വന്നതുകൊണ്ട്, ശക്തമായി സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്വന്തമായൊരു ചാനൽ തുടങ്ങി അതിലൂടെ ഇത്തരത്തിലുള്ള അസഭ്യങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള വർത്തമാനങ്ങൾ, അതിഭീകരമായിട്ടുള്ള തീവ്ര ഹൈന്ദവ ചിന്താഗതികളോടുള്ള ഏറ്റവും തീവ്രവാദപരമായിട്ടുള്ള വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് TG മോഹൻദാസ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ. മനുഷ്യൻ എന്നൊക്കെ ഈ ഒരു ചങ്ങാതിയെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എത്ര ആളുകളാണ് പല രീതിയിലും നമ്മുടെ ഭൂമിയിൽ നിന്ന് പോകുന്ന ആലോചിച്ച് നോക്കി. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല കേട്ടോ. എന്തായാലും നമ്മുടെ ജന്തർ മന്ദിറിലെ പെൺകുട്ടികളെ കുറിച്ചിട്ട്, അവിടെ സമരം ചെയ്യാൻ പോയ പെൺകുട്ടികളെ കുറിച്ചിട്ട് TG മോഹൻദാസ് എന്ന് പറയുന്ന ഇത്രയും പ്രായം ചെന്ന ഈ ഒരു മനുഷ്യന്റെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു നോക്കിയ കഴിഞ്ഞാൽ, ഈ പ്രായം ചെന്ന ഇയാൾക്ക് ഇങ്ങനെയാണ് ചിന്താഗതിയെങ്കിൽ, ഏറ്റവും ചെറുപ്പമായിട്ടും നല്ല ഊർജ്ജസ്വലമായിട്ട് നടക്കുന്ന BJP, RSS അത്തരം ആളുകളുടെ മനസ്സിലുള്ള ചിന്താഗതികൾ എന്തായിരിക്കുമെന്നൊക്കെ ഒന്ന് സിംപിളി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിഭീകരായിരിക്കും. നിങ്ങളൊക്കെ ചിന്തിക്കുന്നിരിക്കും അപ്പുറമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കൂ. എഴുതിയിരുന്നു അതിന്റെ അവസാനം, മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതികളില്ല. പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി, രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്കിൻ ഡിങ്കി ഡിങ് ഡിങ് എന്ന് പറഞ്ഞ്. ഞാൻ ആലോചിക്കുന്നതേ, ഈ ചെങ്ങാതിക്ക് എന്തോരം പ്രായമുണ്ട്. ഇയാളെ വീട്ടിലൊക്കെ പെൺകുട്ടികളില്ലേ അല്ലേ? ഇയാളെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ പെൺകുട്ടികളില്ലേ? ഇവരൊക്കെ ഇത് കാണുമ്പോൾ എന്ത് ചിന്തിക്കും? ഈ മുത്തശ്ശൻ്റെ ചിന്താഗതി ഇതാണല്ലോ അല്ലേ? അങ്ങനെയെങ്കിലും ആലോചിച്ച് നോക്കണ്ടേ? ഈ മുത്തശ്ശൻ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയാണ്. നമ്മുടെ നാട്ടിൽ സമരം ചെയ്യാൻ ഇറങ്ങിയ, കൃത്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങിയ പെൺകുട്ടികളെ കുറിച്ചിട്ട് ഈ ചെങ്ങാതി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോറി, ചെങ്ങാതി എന്നുള്ള വാക്ക് പോലും പ്രയോഗിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. മനുഷ്യരൂപം പൂണ്ട ഈ ഒരു ആള് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഈ RSSകാർ അല്ലെങ്കിൽ BJPക്കാർ എന്ന് പറയുന്ന ഇത്തരം ആളുകളുടെ ഒരു നോർമൽ ചിന്താഗതിയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും കേൾക്കണം. ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ, പെൺകുട്ടികളാ, 18 വയസ്സ് 15 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികൾ. ഷർട്ടിന്റെ ബട്ടൺസ് ഇടുകയില്ല, അകത്ത് ടീഷർട്ട് പോലെ. എല്ലാ പെൺകുട്ടികളുടെയും ടീഷർട്ട് ലോക്കട്ടാണ്. കാണേണ്ട രീതിയിൽ കാണിച്ചു. ഇതിനൊക്കെ വീടും കുടിയും തന്തയും തള്ളയൊന്നുമില്ലേ? എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത്, സമരം ചെയ്യാൻ പോയ പെൺകുട്ടികളുടെ ഈ പറയുന്ന മാറിട നോക്കി നിൽക്കലായിരുന്നു. അതും 12, 13, 14 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളുടെ മാറിടം നോക്കി നിന്ന് ആസ്വദിക്കലായിരുന്നു TG മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിരുന്നത്. അല്ലാതെ ഈ മനുഷ്യൻ വേറൊന്നും ചെയ്തിട്ടില്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്? അവരുടെ സമരത്തിൻ്റെ കോസ് എന്താണ്? അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് കിട്ടാൻ പോകുന്ന ഗുണം? ആ സമരത്തിൽ എന്തെങ്കിലും അന്തസ്സത്തയുണ്ടോ എന്നതൊക്കെ അന്വേഷിക്കുന്ന പകരമായിട്ട് അവിടെ സമരം ചെയ്യാൻ പോയ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ടാണ് ഇയാൾ അന്വേഷിക്കുന്നത്. ഇയാൾക്ക് എന്ത് അവകാശമുണ്ട്? മറ്റുള്ളവർ എന്ത് ധരിക്കണമെന്ന് ഇയാൾക്ക് എന്ത് അവകാശമുണ്ട് പറയാൻ? മറ്റുള്ളവർ ഇന്നതേ ധരിക്കാൻ പാടുള്ളൂ, ലോക്കട്ട് ധരിക്കാൻ പാടില്ല, എന്താ പറയുക, വേറെ എന്തൊക്കെ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് ഇയാൾ ആരാണ്? ഈ ചങ്ങാതി, ഈ മനുഷ്യരൂപം പൂണ്ട ഈ ഒരു മനുഷ്യൻ, ഇയാൾ ആരാണ്? മറ്റുള്ളവർ എന്തെങ്കിലും ധരിച്ചോട്ടെന്നേ, ഇയാൾക്ക് എന്താണ്? കഴിഞ്ഞിട്ടില്ല, ഇനിയും കേൾക്കണം. ഇവരുടെയൊക്കെ റീൽ എടുക്കുന്നത് ക്യാമറ എപ്പോഴും മോളിൽ നിന്നാണ്. നെഞ്ചത്താണ് ക്യാമറ എപ്പോഴും. കഷ്ടിച്ചു മുഖവും കാണിക്കുക ഇടയ്ക്കിടയ്ക്ക്. ബാക്കി മുഴുവൻ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കോ, നെഞ്ച് കാണുന്നു.
ഇവര് തന്നെ പരിസ്ഥിതിവാദികളായിട്ട് ഇറങ്ങും. എന്നിട്ട് മരത്തെ കെട്ടിപ്പിടിക്കും. അപ്പോഴും ക്യാമറ ഇങ്ങനെ. ഇവര് തന്നെ മൃഗസ്നേഹികളായിട്ട് ഇറങ്ങും. പട്ടിയെ തലോടും. അപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് ക്യാമറ ഇവിടുന്ന്. വാട്ട് നോൺസെൻസ്. ഇതൊക്കെ കണ്ടു വിദ്യാർത്ഥികൾ അവരെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് കരണക്കുറ്റിക്ക് അടി കൊടുത്തിട്ട് കയറിയത് എങ്ങനെയുണ്ട്? കരണക്കുറ്റിക്ക് അടി കൊടുത്തിട്ട് കേരടി അകത്ത് എന്ന് പറയണം. ടി.ജി. മോഹൻദാസ് സ്വന്തം കുടുംബത്തിലെ പല ആൾക്കാരും പറയുന്നതാണ്. ഇയാൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ വീട്ടിലൊക്കെ ഉള്ള ആളുകളൊക്കെ എങ്ങനെ, പെൺകുട്ടികളൊക്കെ എങ്ങനെ ജീവിക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തൊരു പ്രശ്നമായിരിക്കും അല്ലേ? മാന്യമര്യാദയ്ക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം പോലും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇത്തരം ആളുകൾക്ക്. ഈ RSകാർ ചിന്താതിയാ. ഇവർക്ക് മൃഗസ്നേഹം പാടില്ല, മനുഷ്യ സ്നേഹം പാടില്ല, പ്രകൃതി സ്നേഹം പാടില്ല. ഇങ്ങനെ പ്രകൃതിയെ സ്നേഹം പറയുന്ന ആൾക്കാർ, മനുഷ്യ സ്നേഹം പറയുന്ന ആൾക്കാരൊക്കെ ഇവരെ സംബന്ധിച്ച് വളരെ മോശം ആൾക്കാരാണ്. ഇനി ജന്തർ മന്ദിറിലേക്ക് സമരത്തിന് പോയ ആളുകളെ ഇദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി എന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുകൂടി ഒരു വീഡിയോ ഉണ്ട്. അതുകൂടി കണ്ടിട്ട് അവസാനിപ്പിക്കാം. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. ശരി. അല്ല, ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചെതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. വിറച്ചുകൊണ്ട് സംസാരിക്കുന്ന ഈ മനുഷ്യന്റെ മനസ്സിലുള്ള വിഷം എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെ വളരെയധികമാണ്. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു RSS പ്രവർത്തകൻ, ഇവരൊക്കെയുള്ള മനസ്സിലുള്ള ആ വിഷമാണ് ഇദ്ദേഹം ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോഴും ഇവർക്ക് അവരുടെ മാറിടം നോക്കാനാണ് തോന്നുന്നത്. ഇങ്ങനെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന കുട്ടികളെ കാണുമ്പോൾ അവരൊക്കെ ബലാത്സംഗം ചെയ്യാനാണ് ഈ ടി.ജി. മോഹൻദാസ് അടക്കമുള്ള ആളുകളൊക്കെ തോന്നുന്നത്. അതുമാത്രമല്ല, ലെഫ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷക്കാരായിട്ടുള്ള സ്ത്രീകൾ മുഴുവൻ, ഇടതുപക്ഷക്കാരായിട്ടുള്ള പെൺകുട്ടികൾ മുഴുവൻ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നുകൂടി ടി.ജി. മോഹൻദാസ് കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളും ഇത്തരത്തിലുള്ള ചിന്തകളുമായിട്ടാണ് ഇവർ ഇടതുപക്ഷക്കാരായിട്ടുള്ള സ്ത്രീകളെ മുഴുവൻ നോക്കുന്നത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. എന്തൊക്കെയായാലും ഈ നരാധമിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. DYFIയും SFI ഒക്കെ കേസ് കൊടുത്തു എന്നാണ് അറിയുന്നത്. ഇദ്ദേഹത്തൊക്കെ ഒരു സംസാരവും ഇല്ലാതെ, അധികമൊന്നും നീട്ടിക്കൊണ്ടുപോകാതെ പിടിച്ചകത്തിടേണ്ടതാണ്. അതെന്തായാലും VD സതീശൻ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കില്ല. കാരണം അവർ തമ്മിൽ ബാന്ധവും അത്രത്തോളം ശക്തമാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പറയുന്നത്. ഞാനല്ല കേട്ടോ. ബൈ.